കൊച്ചിയിൽ ഓവർസീസ് ബാങ്കിൽ ഒരു ജീവനക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥർ വളരെ മോശമായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്യുന്നത്. അത് ജാതി അധിക്ഷേപം പറഞ്ഞുകൊണ്ടായിരിക്കും. ചിലപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പോട്ടും ഈ ഒരു പരാതി കൊടുത്തിരുന്നു. ഈ മേലുദ്യോഗസ്ഥരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ജാതിപരമായിട്ട് അധിക്ഷേപിച്ച്, അദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച്, അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് തോട്ടം നനയ്ക്കലാണെങ്കിൽ അല്ലെങ്കിൽ ചായ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ജോലികൾ ഒരുപാട് ചെയ്യിപ്പിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇവർക്കെതിരെ പരാതിപ്പെട്ടു. ഈ പരാതിയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥർ അടിക്കുന്നു. അടി കൂടാതെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്തതിന് ശേഷം 15 വർഷത്തെ ഇൻക്രിമെന്റ് നിർത്തലാക്കിയിട്ട് അദ്ദേഹത്തിന് ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി ഒരു ജാതി അധിക്ഷേപത്തിന്റെ ആ ഒരു ഭീകരമായിട്ടൊരു അന്തരീക്ഷത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തേ ഉള്ളൂ. അന്ന് അത് തമിഴ്നാട് നടന്നുവെങ്കിൽ അതിന്റെ മറ്റൊരു വെർഷൻ ഇവിടെ കേരളത്തിൽ നടന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവര് ഒക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു ജാതിയിൽപ്പെട്ട ആൾക്കാർ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ജോലിയിലേക്ക് വരാൻ പാടില്ല, അവരെന്നും അടിസ്ഥാന വർഗത്തിൽ തന്നെ ജീവിക്കേണ്ട ആൾക്കാരാണ്. ഈ ഒരു ചിന്താഗതി കൊണ്ട് തന്നെയാണ് അയാൾ അത്തരത്തിൽ ഒരു പെരുമാറിയത്. ഇപ്പോൾ ആ ഒരാളുടെ മാത്രം കഥയല്ല, ഈ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒട്ടുമിക്ക ജോലി ചെയ്യുന്ന ഈ അടിസ്ഥാന വർഗ്ഗക്കാർ അല്ലെങ്കിൽ ദളിതരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇത് അനുഭവിക്കുന്നുണ്ട്. കാരണം മേലുദ്യോഗസ്ഥൻ അവരെ ഒരു വേലക്കാരായിട്ടായിരിക്കും കാണുന്നത്. തന്നെ പോലെ തന്നെ പഠിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു ജോലിയിലേക്ക് വന്നതാണെന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു ജോലിയുടെ സംബന്ധിച്ച് യാതൊരു കാര്യവും ചെയ്യിപ്പിക്കില്ലായിരിക്കാം. ഇയാളുടെ അടിമയെ പോലെ ആയിരിക്കും നോക്കുന്നത്. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മരിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു വർക്ക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥന്റെ അടിമയാക്കപ്പെടുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ മരണത്തിലേക്കൊക്കെ പോകുന്നത്. അല്ല, ഒരു ജാതിയിൽ ജനിച്ചു പോയത് കൊണ്ട് അദ്ദേഹം എന്നും അങ്ങനെ തന്നെ കഴിയണമെന്നാണോ? അതായത് പണ്ട് കാലങ്ങളിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് കരുതി ഇന്നും അങ്ങനെയുള്ള ആളുകളെ ആ രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മളൊരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്ത് ഒരു ഭരണഘടന അനുസരിച്ചല്ലേ ജീവിക്കുന്നത്. നമ്മളെല്ലാം ഒരു ഭരണഘടനയുടെ കീഴിലല്ലേ ജീവിക്കുന്നത്. ഇതിപ്പോ അയാളെ സസ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ജാതി അധിക്ഷേപത്തിന്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. അതിനു മുമ്പ് ഈ ഒരു കേസ് നടക്കുന്നതെന്ന് പറയുന്നത് ഡിസംബറിലാണ് ഇയാളെ കേസ് കൊടുക്കുന്നതും ഇയാളെ ജാതി അധിക്ഷേപം ഉണ്ടായി എന്നുള്ള രീതിയിലേക്ക് കൊടുക്കുന്നത്. പക്ഷെ ഇത്രത്തോളം അദ്ദേഹത്തെ വീണ്ടും ദ്രോഹിച്ച് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിലാണ് ഇത് കൂടുതൽ പുറത്തേക്ക് വന്നതും ഈ ഒരു ജാതി അധിക്ഷേപം പോലെ ഉണ്ടായതും. അയാളുടെ ഒരു ധൈര്യമാണ് ആലോചിക്കേണ്ടത്. നീയൊക്കെ ചെടി നനയ്ക്കാനുള്ളവരാണ്, അല്ലെങ്കിൽ ചായ മേടിക്കാനുള്ളവരാണ്, അപ്പൊ ആരാണ് ഈ മേലുദ്യോഗസ്ഥനായിട്ട് ഇരിക്കേണ്ടത്? നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഉന്നത കുലജാതരാണോ ഇനിയിപ്പം മുകളിലിരിക്കേണ്ടതും? അദ്ദേഹം ഉന്നത കുലജാതൻ അല്ലാത്തോണ്ടായിരിക്കാം അദ്ദേഹത്തിനോട് ചായ വാങ്ങിക്കാനും, അതായത് ചെടി നനയ്ക്കാൻ പറയുന്നതിനാ. ഈ സസ്പെൻഷൻ മാറ്റിത്തരാൻ പറഞ്ഞതിനാണ് അദ്ദേഹത്തിനെ കൊണ്ട് ചെടി നനപ്പിക്കുന്നതും ചായ വാങ്ങിക്കുന്നതും. അത് മാത്രമല്ല, ഇദ്ദേഹത്തിനെ നേരത്തെയും ഈ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സ്വന്തം അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം പരാതിയുമായിട്ട് പോകുന്നത് ഇവർക്കെതിരെ. ആ പരാതിയുമായിട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തിന്റെ ജോലിയാണ് സസ്പെൻഡ് ചെയ്തത്, അദ്ദേഹത്തിനാണ് സസ്പെൻഡ് ചെയ്യുന്നത്. പരാതിക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ അദ്ദേഹത്തിനെതിരെ സസ്പെൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തിനെ ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു മാത്രമല്ല, 15 വർഷത്തെ അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ്, ജോലിയുള്ള ഇൻക്രിമെന്റ് തടഞ്ഞു വെച്ചതിന് ശേഷം, അത് നിർത്തലാക്കിയതിനു ശേഷം അദ്ദേഹത്തിന് ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഈ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് എന്തെല്ലാം ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം? അവർ മേലുദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ ഒരു ബാങ്കിന്റെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എല്ലാ ഭാഗത്തുമായിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. ആ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ബാങ്കിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ട കാര്യമോ ഇല്ല. പിന്നെ ഇദ്ദേഹത്തിനെ ഈ അധിക്ഷേപം ഏറ്റ ആളെ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും കാണുന്നത്. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ 1-2 ആൾക്കാർ ഇങ്ങനെ ജാതീയമായി അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥർക്ക് അവരെ വിലക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത്തരത്തിലുള്ള വിലക്കുകളൊന്നും ഉണ്ടായില്ല. അപ്പൊ എല്ലാവരും ഇയാളെ ഇങ്ങനെ തന്നെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉന്നത കുലജാതരുടെ ഒരു ഓഫീസർ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം, ആ ഒരു ബാങ്കിനെ. അപ്പൊ ഇയാൾ അത്രയും വർഷം എങ്ങനെയായിരിക്കും അവിടെ നിന്നതെന്നാണ് ഒരു അത്ഭുതം ഉള്ളത്. അപ്പോ ഇയാള് പറയുന്നതനുസരിച്ചിട്ട് ഇത്ര രീതിയിലേക്ക് ഒരു അധിക്ഷേപങ്ങൾ വരുമ്പോ ഇവരെ കഷ്ടപ്പെട്ടതിനല്ലേ ഈ പഠിച്ച ആ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം ആദ്യമേ പരാതി കൊടുത്തു. അതിനുശേഷം അദ്ദേഹം പേടിച്ച്, ഈ മേലുദ്യോഗസ്ഥരെ പേടിച്ചതിന് ശേഷം, അതായത് മേലുദ്യോഗസ്ഥർ ഉപദ്രവിച്ചു അത് പേടിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആ പരാതി പിൻവലിക്കുന്നത്. ആ പരാതി പിൻവലിച്ചതിന് ശേഷം ഇവർ വീണ്ടും അദ്ദേഹത്തിനെ ഉപദ്രവിക്കുകയാണ്. പരാതി പിൻവലിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുകൂടാതെ അദ്ദേഹത്തിനെ കൊണ്ട് ചായ വാങ്ങിക്കുക, പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അതായത് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ വീട്ടിലെ തോട്ടം നനപ്പിക്കുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയാണ്. അത് അങ്ങ് UP-യിലോ അങ്ങ് ദൂരെയോ ഒന്നും പോകണ്ട, എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മള് സിനിമകളിലും അതേപോലെ കഥകളിലും മാത്രം വായിച്ചുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇത് എത്രത്തിലാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ എത്രത്തിലാണ് അതിനെ വിശ്വസിക്കേണ്ടതെന്നുള്ള പോലും വിശ്വസിക്കാൻ പോലും പറ്റാതെ ഞെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം നമ്മളിതൊന്നും ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്ന് പലരും ചോദിക്കാൻ കാരണം അതാണ്. നമ്മൾ വിചാരിക്കുന്നത് ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വർക്ക് പ്രഷർ ഓക്കെ, പക്ഷെ ഈ ഒരു ജാതീയപരമായിട്ടൊക്കെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ അധിക്ഷേപങ്ങളെയൊക്കെ കൃത്യമായിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കുകയായിരുന്നു ആദ്യം തന്നെ അവിടുത്തെ മേലുദ്യോഗസ്ഥൻ ചെയ്യേണ്ടത്. അത് ആദ്യം തന്നെ വിലക്കാതിരുന്നത് കൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചത് ഇത്രയും വർഷങ്ങളോളം. അപ്പൊ ഈ ആൾക്കാർ ഇവിടെ നിന്ന സമയം തൊട്ട് ഈ ജാതിയിൽ കുറഞ്ഞ ആൾക്കാർ എത്രയോ ആൾക്കാർ ഇവരെ ഹറാസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവരൊന്നും പുറത്ത് പറയാത്തതായിരിക്കാം. കാരണം ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് പലരും പുറത്ത് പറഞ്ഞില്ല. ഇയാൾക്ക് ഏറ്റവും ഇയാൾ അതുകൊണ്ട് പറഞ്ഞു, ബാക്കി എത്രയോ ആൾക്കാർ ഇവിടെ ഇങ്ങനെ അധിക്ഷേപം സഹിക്കുന്നുണ്ടായിരിക്കാം. പണ്ട് ആർമിയിലെയൊക്കെ പറയുമായിരിക്കും, ആർമിയിലെ ഉദ്യോഗസ്ഥരെയൊക്കെ താഴെയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് വളരെയധികം കഷ്ടപ്പാടൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ ഫാമിലിയിൽ തന്നെ എനിക്ക് അറിയാം. അപ്പൊ എന്റെ റിലേറ്റീവ്സിൽ തന്നെ പോകുന്ന ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊരു മെയിൻ സീനിയർ ഓഫീസർ ലെവലിലേക്ക് എത്തുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ അവർക്ക് ആ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ പിന്നീട് അവർ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കില്ല. പിന്നെ കാരണം അവരുടെ കയ്യിലല്ല അത് നിൽക്കുന്നത്, അതിന്റെ മുകളിൽ ഉദ്യോഗസ്ഥരായിരിക്കും ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു സീവിയർ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ജാതീയപരമായി അധിക്ഷേപിച്ചിട്ട് ഒരു വേല ചെയ്യിപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കുറ്റം അയാളുടെ പേരിലാണോ, അയാൾ ആ ഒരു ജാതിയിൽ ജനിച്ചതാണോ അയാൾ ചെയ്തൊരു കുറ്റം എന്ന് പറയുന്നത്?